ആഹാ, ബിന്ദു ഉറക്കമായിരുന്നു. സന്ധ്യ കഴിയുമ്പോൾ അവൾ ഉറങ്ങും. സാറ് വന്നില്ലേന്ന് ചോദിച്ചോണ്ട് ഇത്രയും നേരം അവളോട് ഇരിക്കുകയായിരുന്നു. മോളെ വേണ്ട, ഉണർത്തണ്ട. എന്താ, ചോറില്ലേ? ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഊണ് കഴിക്കാൻ മറ്റൊരു സ്ഥലം കിട്ടില്ലേ? എന്താ? ഞാൻ ചീത്തയാണ് എന്ന് നാട്ടുകാർ പറയുന്നത് സാറ് കേട്ടില്ലേ? ഒരു ചീത്ത സ്ത്രീയുടെ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സാറിന്റെ ഭാവി ഈ നാട്ടുകാരുടെ കയ്യിലല്ല. പരാതി അയക്കുന്നെന്ന് കേട്ടു. അതിലും എനിക്ക് പരാതിയില്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. എന്നാൽ ചോറ് വിളമ്പൂ, എനിക്ക് വിശക്കുന്നു. ഇല്ല. തീപ്പെട്ടിയുണ്ടാ? ഇല്ല. അടുപ്പിൽ തീ കാണുമായിരിക്കും? ഇല്ല. ചേടാ, ഇതെന്താ ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്നത്? പിന്നെന്താ ഉണ്ടെന്ന് പറയണോ? മളു, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. ഇങ്ങനൊരു സന്ദർഭം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേവകി മരിച്ച പിന്നെ എന്റെ മോനൊരമ്മയില്ല. എനിക്ക് മാളുവിനെ ഇഷ്ട. എന്നാലേ എനിക്കിഷ്ടമല്ല. അങ്ങനെ അങ്ങ് എടുത്തടിച്ച് പറയാതെ പെണ്ണേ, എല്ലാത്തിനും ഒരു മയമൊക്കെ വേണ്ടേ? മയപ്പെടാൻ തന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്. എടി ദാമുന്റെ കൈ ഇന്നേ ഒരു പെണ്ണും തട്ടിയിട്ടില്ല. എന്നാലേ ഇവിടുത്തെ പെണ്ണ് തട്ടും. ദാമു, ഈ വെട്ടുകത്തി മരം മുറിക്കാൻ മാത്രമുള്ളതല്ല, കഴുത്തും മുറിയും. പറഞ്ഞ മനസ്സിലായോ? ഇറങ്ങു പുറത്ത്. ഇനി ഈ പടി കയറിപ്പോയാൽ തുണ്ടം തുണ്ടമായി വെട്ടിക്കളയും ഞാൻ. കത്തി കാണിച്ച് ദാമുവിന് വരട്ടാമെന്ന് കരുതണ്ട. ഇതിനേക്കാൾ വലിയ കത്തി കണ്ടവനാ ദാമു. ഇറങ്ങണ പുറത്ത്. ഇപ്പൊ ഞാൻ പോകുന്നു, പക്ഷെ പേടിച്ചല്ല. ദേവാ, നമുക്ക് വീണ്ടും കാണാം. ഇന്ന് അവരെ പിടിച്ച് അവന്റെ പെടലിക്ക് 2 വീക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. മോനെ, കട്ടയും കല്ലും കമ്പും ഒക്കെ പറക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്നാലും എടാ മഹാപാവി, നീ എത്ര കോഴിയാടാ കൊണ്ടുപോയത്? നിന്നെ ഞാൻ വാടാ വാ. വരട്ടെ വരട്ടെ. എത്തട്ടെ എത്തട്ടെ. തുറക്കട്ടെ തുറക്കട്ടെ. കോഴിയെ പിടിക്കണോ? പിടിക്കട്ടെ പിടിക്കട്ടെ. കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ. അച്ഛാ പോയി. നമ്മൾ എന്തിനാ പിന്നെ ഇവിടെ ഇരുന്നേ? അത് ശരിയാണല്ലോ. എന്നാലും നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചല്ലോടാ മോനെ. എന്തോന്നാ? കോഴി സ്വയം ഇറങ്ങി പോകുന്ന അല്ലെന്ന്. എടാ നാണം കെട്ടവൻ പോലെ കൊണ്ടി നക്കി തിന്നടാ എരപ്പാളികളെ. എനിക്ക് പോയില്ല ഈ ചട്ട. ഈശ്വരനെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ആരും സഹായത്തിനില്ലാത്തൊരു അനാഥയാണ് ഞാൻ. ഈ കുഞ്ഞിനെ കരുതിയാണ് ഞാൻ ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത്. ഇല്ലെങ്കിൽ എന്നോ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നു. ഒരു സാവിത്രി, കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. എവിടെന്നോ വന്ന വാദ്യാർക്കാകാം, ഞങ്ങൾക്ക് പാടില്ല അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല സാറ്. അങ്ങേര് വളരെ നല്ലവനാ. നല്ലവൻ ഞങ്ങൾക്കറിയാവടി. വെറുതെ സംസാരിച്ചൊന്ന് സമയം കളയണ്ട. നിനക്ക് എത്ര രൂപ വേണ്ടെങ്കിൽ എടുത്തോ. ദയവ് ചെയ്ത് എന്നെ ഒരു സഹോദരി പോലെ കരുതാമോട്ട.
ഇവിടെ നിന്ന് ഇറങ്ങി പോകൂ. നാട്ടിലുള്ളവരെല്ലാം സഹോദരിയെ കരുതാൻ ഒക്കോടി. നീ അകത്തോട്ട് വരുന്നോ അവനെ തൂക്കിയെടുത്തോണ്ട് പോണം. തൂക്കിയെടുത്തോണ്ട് പോരാമോ ചുമ്മാ കാണാമോ വർത്താനം പറയാതെ. നല്ല ആട്ടുമ്പ ഈ മീനും വാങ്ങിച്ചു വെച്ചുകൊണ്ട് എത്ര നേരമായി ഞാൻ കാത്തിരിക്കുകയാണെന്ന്. എന്തിനാ ഇത്രയും മീന്? മീൻ കണ്ടപ്പോ വാങ്ങണമെന്ന് തോന്നി വാങ്ങിച്ചു. എന്നാ നിനക്ക് ഇഷ്ടമാണെങ്കിൽ കറിവിച്ചിത്തിരി എനിക്കെന്താ. എങ്ങനെയാ കൊണ്ടു തരിക? അച്ഛനുണ്ട്. അതിനൊരു വഴിയുണ്ട്. നിന്റെ അച്ഛൻ ഉറങ്ങിയിട്ട് ഞാൻ രാത്രി വരാം. സൂക്ഷിച്ചു വരണേ, അച്ഛൻ കണ്ടാ കൊന്നുകളെ. വരണേ. മാളു, നന്നായിരിക്കുന്നു. ഒളിച്ചും പതുങ്ങിയാണേലും നീ വെച്ചു വിളമ്പി തരുന്നത് തിന്നാൻ നല്ല രുചിയാണ്. അച്ഛൻ ഉറങ്ങിയോ? നല്ല ഉറക്കം. ആകാശം ഇടിഞ്ഞു വീണാ പോലും എണീക്കില്ല. എന്നും ഇങ്ങനെ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മുത്തിയുടെ തുള്ളലിന് ഇനി എത്ര ദിവസം കഴിയണം? അതിനു മുമ്പ് കല്യാണം കഴിച്ചാലെന്താ? നമ്മളല്ലേ കല്യാണം കഴിക്കുന്നത്, നിന്റെ അച്ഛനല്ലല്ലോ. വയസ്സാം കാലത്ത് അങ്ങേർക്കറിയാമോ നമ്മുടെ വിഷമത? വേഗം കൊണ്ടിട്ട് എഴുന്നേറ്റേ. ഇതാ കൈ കഴുകാൻ വെള്ളം.